ഹലോ, ഹൗ ആർ യു ഓൾ? എല്ലാവരും അടുത്ത കഥ കേൾക്കാൻ റെഡിയല്ലേ? അധികം മുഖവരിയൊന്നുമില്ല, നമുക്ക് കഥയിലേക്ക് പോകാം. ഓക്കെ. ഒരിടത്ത് ഒരു ആശ്രമത്തിൽ ഒരു ഗുരുവും ശിഷ്യനും ഉണ്ടായിരുന്നു. ഒരു ദിവസം ഗുരുവിൻ്റെ അടുത്ത് ശിഷ്യൻ വന്ന് പറഞ്ഞു, ഗുരുവേ, എനിക്ക് ഈ ആശ്രമം മടുത്തു. എനിക്ക് വേറൊരു ആശ്രമത്തിലേക്ക് പോകാൻ അനുമതി തന്നാലും. ഇവിടെയുള്ള പല ആൾക്കാരും, എനിക്ക് ചുറ്റുമുള്ളവരൊക്കെ പലരും എന്നെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നു, ആവശ്യമില്ലാത്ത ഗോസിപ്പുകൾ പറയുന്നു, ആവശ്യമില്ലാത്ത പൊളിറ്റിക്സ് കളിക്കുന്നു. എനിക്കിതൊക്കെ മടുത്തു. എന്നെ വേറൊരു ആശ്രമത്തിലേക്ക് പോകാൻ അനുവദിച്ചാലും എന്ന് ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു. ഗുരു പറഞ്ഞു, ശരി, ഞാൻ നിനക്ക് അനുവാദം തരാം, വേറൊരിടത്തേക്ക് പോകാനുള്ള അനുവാദം തരാം. പക്ഷേ ഞാൻ പറയുന്ന കാര്യം അവസാനമായി നീ ചെയ്യണം എന്ന് പറഞ്ഞു. ശിഷ്യൻ സമ്മതിച്ചു. എന്താണ് ഗുരുവേ, പറഞ്ഞാലും. അപ്പോൾ ഗുരു പറഞ്ഞു, ഒരു സ്പൂൺ നിറയെ വെള്ളവുമായിട്ട് നീ ആശ്രമം മുഴുവനായിട്ട് കറങ്ങി വരണം. ബട്ട് യു ഷുഡൻറ്റ് സ്പിൽ ഈവൻ എ സിംഗിൾ ഡ്രോപ്പ് ഓഫ് വാട്ടർ. പക്ഷെ ഒരു തുള്ളി വെള്ളം പോലും നീ അതിൽ നിന്ന് പുറത്തേക്ക് കളയാൻ പാടില്ല എന്ന് ഗുരു ശിഷ്യനോട് പറഞ്ഞു. ശിഷ്യൻ സമ്മതിച്ചു. ശരി ഗുരുവേ, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് ശിഷ്യൻ ഒരു സ്പൂൺ നിറയെ വെള്ളമെടുത്ത് ഈ ആശ്രമം മുഴുവനായിട്ട് ചുറ്റിക്കറങ്ങി വന്നു. വളരെ ഹാപ്പിയായി, ഒരു തുള്ളി വെള്ളം പോലും താഴെ വീഴ്ത്താതെ ഗുരുവിൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, ഗുരുവേ, അങ്ങ് പറഞ്ഞ കാര്യം ഞാൻ ഭംഗിയായിട്ട് ചെയ്യും. ഒരു തുള്ളി വെള്ളം പോലും താഴെ പോയില്ല. ഇനി എനിക്ക് വേറൊരു ആശ്രമത്തിലേക്ക് പോകാനുള്ള അനുമതി തന്നാലും എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, ശരി, നിനക്ക് വേറൊരു ആശ്രമത്തിലേക്ക് പോകാൻ ഞാൻ അനുവാദം തന്നിരിക്കുന്നു. പക്ഷേ പോകുന്നതിന് മുമ്പ് എൻ്റെ ഒരു ചോദ്യത്തിന് നീ ഉത്തരം നൽകിയിട്ട് വേണം പോകാനെന്ന്. അപ്പോൾ ശിഷ്യൻ ചോദിച്ചു, എന്താണ് ഗുരുവേ, അങ്ങ് പറഞ്ഞാലും. അപ്പോൾ ഗുരു പറഞ്ഞു, നീ ഈ സ്പൂണിൽ വെള്ളം കൊണ്ടുവരുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം പോലും താഴെ വീഴ്ത്താതെ നീ എൻ്റെ അടുത്ത് വന്നു. ആ സമയം ആരെങ്കിലും നിന്നെക്കുറിച്ച് നെഗറ്റീവ് പറയുന്ന നീ കേട്ടോ? ആരെങ്കിലും ഗോസിപ്പ് പറയുന്ന നീ ശ്രദ്ധിച്ചോ? ആരെങ്കിലും പൊളിറ്റിക്സ് കളിക്കുന്നുണ്ടോ കേട്ടോ എന്ന് ചോദിച്ചു. അപ്പം ശിഷ്യൻ പറഞ്ഞു, ഇല്ല ഗുരുവേ, ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. ഒരു തുള്ളി വെള്ളം പോലും താഴെ വീഴ്ത്താതിരിക്കാൻ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഞാൻ മുന്നോട്ട് വരുമായിരുന്നു. അത് കാരണം അതൊന്നും എനിക്ക് കേൾക്കാനുള്ള സമയം ഉണ്ടായില്ല, അതൊന്നും ശ്രദ്ധിച്ചില്ല എന്ന്. അപ്പോൾ ഗുരു ചിരിച്ചുകൊണ്ട് ശിഷ്യനോട് പറഞ്ഞു, അതാണ്, നീ നിന്റെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് വന്ന സമയത്ത് നിന്നെക്കുറിച്ച് പറയുന്ന നെഗറ്റീവുകൾ നീ കേട്ടില്ല, നിന്നെക്കുറിച്ച് പറയുന്ന ഗോസിപ്പുകൾ നീ കേട്ടില്ല, ആരും പൊളിറ്റിക്സ് കളിക്കുന്ന നീ കണ്ടില്ല. അപ്പോൾ ഇത് കേട്ടപ്പോൾ ശിഷ്യന് കാര്യം മനസ്സിലായി. ശിഷ്യനൊന്ന് ചിന്തിച്ചു. ശരിയാണ് ഗുരുവേ, അങ്ങ് പറഞ്ഞത് പൂർണ്ണമായിട്ടും ശരിയാണ്. ഞാൻ എൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ എനിക്കൊന്നും ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടിയില്ല. അങ്ങ് പറഞ്ഞത് പൂർണ്ണമായിട്ടും ശരിയാണ് എന്ന് ശിഷ്യൻ പറഞ്ഞു. അപ്പം ഈ കഥയിൽ നിന്ന് നമുക്കും ഒരു സന്ദേശം കിട്ടുന്നുണ്ട്. ഫോക്കസ് ഓൺ യുവർ സെൽഫ്. നമ്മുടെ ലക്ഷ്യത്തെ കേന്ദ്രീകരിച്ച് നമുക്ക് ഫോക്കസ് ഓൺ യുവർ ഗോൾസ്. നമ്മുടെ ലക്ഷ്യത്തെ മുൻനിർത്തി ലക്ഷ്യം സാധൂകരിക്കാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് പോവുക. എല്ലാവർക്കും ജീവിതത്തിൽ ഒരു ലക്ഷ്യം കാണും അല്ലേ? ആ ലക്ഷ്യത്തിനെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. നമുക്ക് ചുറ്റും നമ്മൾ സാമൂഹ്യ ജീവികളാണ്. അപ്പം നമുക്ക് ചുറ്റും നമ്മൾ കണ്ടുമുട്ടുന്ന ആൾക്കാർ എല്ലാവരും നമ്മളെക്കുറിച്ച് പോസിറ്റീവ് പറയണമെന്ന് നമ്മൾ വാശി പിടിക്കാൻ പാടില്ല. ഒരുപാട് നമ്മളെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നവരുണ്ടാവും, ഒരുപാട് ഗോസിപ്പുകൾ പറയുന്നവരുണ്ടാവും. പക്ഷെ അതൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ അഫക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളത് ലിസൺ ചെയ്യണം അല്ലേ? നമ്മളത് ശ്രദ്ധിച്ചാൽ മാത്രമേ അത് നമ്മളെ അഫക്റ്റ് ചെയ്യുള്ളൂ. അതർവൈസ് ഇറ്റ് വോണ്ട് അഫക്റ്റ്. അതൊരിക്കലും അഫക്റ്റ് ചെയ്യില്ല. അത് വെറും ശബ്ദമായി മാറും. അതൊന്നും ശ്രദ്ധിക്കാതെ, ഈ ഗോസിപ്പുകളും നെഗറ്റീവ്സും ഒന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ ജീവിത ലക്ഷ്യത്തെ മാത്രം മുൻനിർത്തി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതൊക്കെ വെറും നോയ്സസ് മാത്രമാണ് അല്ലേ? നമുക്ക് ചുറ്റുമുള്ള നോയ്സസ് മാത്രമാണ്. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നത്തിങ് ഈസ് പെർഫെക്റ്റ് ഇൻ ദിസ് യൂണിവേഴ്സ്. നമുക്ക് പ്രകാശം തരുന്ന, നമുക്ക് നല്ല നിലാവ് തരുന്ന നമ്മുടെ ചന്ദ്രൻ പോലും ഇംപെർഫെക്ഷൻസ് ഉള്ളതാണ്. മൂൺ ഹാസ് ഇംപെർഫെക്ഷൻസ് അല്ലേ? പിന്നെയാണോ നമ്മൾ മനുഷ്യരുടെ കാര്യം? അപ്പോൾ എല്ലാവർക്കും ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ പെർഫെക്റ്റ് ആയിട്ടില്ല. എല്ലാത്തിനും അതിൻ്റെതായ പോസിറ്റീവും ഉണ്ട്, അതിൻ്റെതായ നെഗറ്റീവും ഉണ്ട്. പക്ഷെ ആ പോസിറ്റീവും നെഗറ്റീവുമാണ് നമ്മളെ നമ്മളായിട്ട് നിലനിർത്തുന്നത് അല്ലേ?
എല്ലാവർക്കും പോസിറ്റീവ് ഉണ്ട്, അതുപോലെ നെഗറ്റീവ്സും കാണും. അപ്പോൾ അതാണ് നമ്മളെ നമ്മളായിട്ട് നിലനിർത്തുന്നത്. പക്ഷെ മറ്റുള്ളവരുടെ നെഗറ്റീവ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ചങ്കൂറ്റം. അത് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ആവശ്യമില്ലാത്തതൊക്കെ നെഗ്ലക്റ്റ് ചെയ്ത് ഇഗ്നോർ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അവിടെ ഒരു മെൻ്റൽ പീസ് കിട്ടുകയും ചെയ്യും, നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മൾ എത്തുകയും ചെയ്യും. അതാണ് ഈ കഥ നമുക്ക് തരുന്ന സന്ദേശം. ഓക്കെ, അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രചോദനം നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ഒരു ലൈക്ക് ഇടുക. അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടുക. അതെനിക്ക് വലിയ ഇൻസ്പിറേഷനായിരിക്കും, പ്രോത്സാഹനമായിരിക്കും. അടുത്ത വീഡിയോ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ നേരം എനിക്കത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ.